ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിലെ അവസാനത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്യലാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു വിഷമം, നമുക്കിനി റെസ്പോൺസിബിലിറ്റീസ് കൂടുകയാണ്. നെക്സ്റ്റ് നമുക്ക് ജോബ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ്. അപ്പം നമ്മൾ ഇത്രയും നാൾ പഠിച്ച് കളിച്ച് നടന്ന ആ ഒരു ഫീൽ അല്ലല്ലോ, നമുക്ക് നമ്മുടേതായ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്യാമ്പ് മൊബൈൽ വാനിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം കോളേജിൽ നിന്നൊരു 1 hour ഡിസ്റ്റൻസിലാണ് ഈ ക്യാമ്പ് ഉള്ളത്. അങ്ങനെ നമ്മൾ മോർണിംഗ് തന്നെ വന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മർവയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന റോഡിൻ്റെ അവസ്ഥ. മഴയും റോഡ് പണിയും വെള്ളവും ചെളി എല്ലാം കൂടെ ആയിട്ട് ഒരു അവിയൽ പരുവത്തിലായിരുന്നു റോഡ് കിടന്നത്. മൊത്തം കുണ്ടും കുഴിയും ഗട്ടറുമായിരുന്നു. അങ്ങനെ അതിലിരുന്ന് കുലുങ്ങി എന്താണെങ്കിലും അവിടെ ഒരു വിധത്തിൽ നമ്മൾ ചെന്ന്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ക്യാമ്പ് നടത്തുന്നത് ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ മാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ വിവരങ്ങൾ അറിഞ്ഞത്. ഇവിടങ്ങളിൽ കല്യാണ വീട്ടിലും അതേപോലെ തന്നെ മരണത്തിൻ്റെ ചടങ്ങുകൾ നടത്തുന്ന വീടുകളിലൊക്കെ ഓർഗനൈസേഴ്സ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്യാമ്പാണ് കല്യാണ വീട്ടിൽ. മാത്രമല്ല നല്ല ഫുഡും കിട്ടുമെന്നുള്ള കാര്യത്തിൽ എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നത്. പിന്നെ ലാസ്റ്റ് ക്യാമ്പും കൂടാണ്. അങ്ങനെ നമ്മൾ ഏകദേശം 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കല്യാണ വീട്ടിലേക്ക് എത്തി. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു കൺവെൻഷൻ സെൻറ്റർ പോലുള്ള ഒരു സെറ്റപ്പിലുള്ളൊരു ഓഡിറ്റോറിയം ആയിരുന്നു. മഴയും കൂടെ ആയതുകൊണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ഡോണേഴ്സ് ഉണ്ടാവത്തില്ല എന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് മോർണിംഗ് ഫുഡ് തന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ ഇവിടെ മാത്രമാണ് ഇങ്ങനത്തെ ഫുഡ് കണ്ടിട്ടുള്ളത്. നമ്മളെ നാട്ടിൽ അവൽ നനച്ചിട്ട് പിന്നെന്താണ് സേമിയ പുഴുങ്ങത്തില്ലേ, അതിന് പകരം ഇവിടെ സേമിയ ഉപ്പുമാവും അവലുപ്പുമാവും ആയിരുന്നു. ബട്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ തന്ന് നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ടായി. ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ജ്യൂസും കാര്യങ്ങളും ഒക്കെ തന്ന്. കല്യാണ വീടായതുകൊണ്ടിട്ട് തന്നെ അതിൻ്റേതായ ഫുഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക് എന്നുള്ള രീതിയിൽ പുറത്തിറങ്ങിയപ്പോൾ അത് അവിടെ ടീയും പായസവും ഒക്കെ വെച്ചേക്കുന്നത്. അങ്ങനെ അന്ന് അതും കൂടെ കുടിച്ചാലോ എന്ന് വെച്ച് കുറച്ച് 2-3 ടീയും അതേപോലെ തന്നെ പായസവും ഒക്കെ കുടിച്ച്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലൊന്നും അല്ലായിരുന്നു. 60 ഡോണേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൈം ഏകദേശം 3 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ക്ലോസ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ വീണ്ടും ഞങ്ങൾ ഒരു നെട്ടിച്ച്. കാരണം ചിക്കൻ നിർത്തി പൊരിച്ചതും ചിക്കൻ ഫ്രൈയും മട്ടൻ ബിരിയാണിയും ഒക്കെ ആയിരുന്നു ഫുഡ്. അങ്ങനെ ഫുഡ് ഞങ്ങൾ നല്ല രീതിയിൽ റാഹത്തായിട്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിച്ച്. ഇനി അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയപ്പോഴാണ് ഞങ്ങൾ സ്റ്റുഡൻസിനും ട്രോഫി ഉണ്ടെന്നുള്ളത് പറഞ്ഞത്. അങ്ങനെ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത്രയും നാൾ പഠിച്ചിട്ട് ആദ്യമായിട്ടാണ് നമ്മളൊരു ക്യാമ്പിന് പോയിട്ട് നമുക്ക് ഇങ്ങോട്ടത്തേക്ക് ട്രോഫി തരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴും റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. മഴ പെയ്ത് മൊത്തം ചെളിയായിട്ടാണുള്ളത്. ഇന്നത്തെ ക്യാമ്പിനെ പറ്റി എന്താ അഭിപ്രായം? ഫുഡ് എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ്? നല്ല സർവീസ് ആയിരുന്നു അല്ലേ? ഞങ്ങൾ തിരിച്ച് കോളേജിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.